ഹായ് ഐസസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ പുറത്തൊക്കെ കൊടുക്കുന്ന, അതായത് ഞാൻ ആവശ്യക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന നെയ്യപ്പത്തിൻ്റെ റെസിപ്പി. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ കേടുകൂടാതെ ഒരുപാട് ദിവസം കേടാവാതെ നിൽക്കാനും ഒരുപാട് പ്രിസർവേഷൻ കാര്യങ്ങളൊന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കുന്ന ഈ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ട് നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നമ്മൾ പാഴ്സലായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നവർക്കും പുറത്തൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കാനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കാപ്പിപ്പൊടി ഉണ്ടാക്കുന്ന അതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ താഴെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ രീതിയിൽ നിങ്ങൾ ബീഫ് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ചൂടാക്കുന്നിടത്തോളം അധികം ടേസ്റ്റ് കൂടുക എന്നല്ലാതെ ഒരിക്കലും ഇത് കേടുവരില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിലും അത്രയ്ക്ക് എന്താ പറയുക, ആ മസാലക്കൂട്ടൊക്കെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് നോക്കാം. ആദ്യം തന്നെ കുറച്ച് നെയ്യപ്പത്തിനുള്ള അരിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാൻ 4 കപ്പ് അരി, ഏകദേശം 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതൊന്ന് വെള്ളത്തിട്ട് കുതിർത്തെടുക്കുന്നുണ്ട്. പിന്നെ പത്തിരി ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മ കേട്ടോ. അപ്പോൾ ഉമ്മ എല്ലാം പരത്തി തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്വന്തം വീട്ടിലായിരുന്നു അന്ന് കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ പരത്തിയിട്ട് അന്ന് വൈകുന്നേരമാണ് കൊടുത്തേക്കേണ്ടത്. അപ്പം രാവിലെ ഞാൻ പത്തിരിയൊക്കെ പരത്തിയിട്ടാണ് വീട്ടിൽ വന്നത്. അപ്പം പിന്നെ അത് ഞാൻ പരത്തി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അപ്പം ചുടാനാവുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് എന്തായാലും ഇതിലേക്കുള്ള ശർക്കര നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ 1 കിലോ അരിക്കുള്ള ശർക്കര എന്ന് പറയുന്നത് 1/2 കിലോ ശർക്കര വേണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നല്ലൊരു കളറുള്ള ശർക്കര കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് ഒഴിവാക്കിയിട്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് കല്ലും മണ്ണൊക്കെ ഒന്ന് എന്നിട്ട് അരിച്ചെടുക്കണം നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഏലക്ക, അതുപോലെ തന്നെ ചെറിയ ജീരകം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് അത് പൊടിച്ചെടുത്ത് നമുക്ക് ആ മാവിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ശർക്കര നന്നായിട്ട് തിളച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് വേറെ പാത്രത്തിലൊന്ന് അരിച്ച് മാറ്റി വെക്കാം. അല്ലെങ്കിൽ നമ്മളിതിൽ ഓൾറെഡി ഇതിലേക്ക് ചേർക്കുമ്പോൾ അരിച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ പൊടി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതാണ് പുറത്ത് മില്ലിലൊക്കെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലെ ജാറിൽ നല്ലോണം വാർത്തതിന് ശേഷം അതിൽ പൊടിച്ചെടുത്താലും മതിയേ. അപ്പോൾ അതിലേക്ക് ശർക്കരപ്പാനി നിങ്ങൾ കാണുന്നുണ്ടാവും. ചെറിയ ചൂടോട് കൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പിൽ താഴെ 1/4 കപ്പിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അത്ര മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൂടി ചേർത്തിട്ട് ബാക്കിയുള്ള ശർക്കര പാനി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ എന്തായാലും ഈ വെള്ളം ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ആ ശർക്കര പാനി പിന്നെ തിളപ്പിച്ച പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ചെറിയ ചൂടോട് കൂടി തന്നെ വേണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ചെറിയ ചൂടോട് കൂടി തന്നെ ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ട, ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തെങ്കിലേ നമ്മളെ ആ നെയ്യപ്പം നല്ലൊരു ഇതായിട്ട് വരുള്ളൂ. നമ്മൾ അരി ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ എന്താ പറയുക, നെയ്യപ്പത്തിന് നല്ല ഉള്ളിൽ ആരോട് കൂടിയിട്ടും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമല്ലോ, ആ ഒരു ടേസ്റ്റ് തന്നെ നമ്മൾ നെയ്യപ്പം നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ കിട്ടും. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പിന്നെ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അത് ഏകദേശം ഒരു 3/4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ തന്നെ വെക്കാം, എന്നെങ്കിലും നന്നാവും. അപ്പം ഈ ഒരു പത്തിരിയൊക്കെ ചുട്ട് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ടൈം ആകുമ്പോൾ നമ്മളെ മാവ് അവിടെ കടന്നിട്ട് നന്നായിട്ട് ആയി കിട്ടിക്കോളും. ചുരുങ്ങിയത് ഒരു 3/4 മണിക്കൂർ തന്നെങ്കിലും നമ്മൾ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഞാൻ പത്തിരിയൊക്കെ അത് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മാവ് ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൽ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ആ ടൈമിൽ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കുറച്ച് അധികം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കരുത്. പച്ചവെള്ളം തന്നെ നോർമലി നമ്മളെ പച്ചവെള്ളം ഉണ്ടല്ലോ, അത് മാത്രം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 പണിയും കൂടി ഒപ്പം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കാപ്പിക്കുരി നമ്മളെ വീട്ടിലുണ്ടായതാ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോട്ട് നന്നായിട്ട് പരട്ടി കൊടുക്കും. ഒരുപാടൊന്നും വേണ്ട. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ചെറിയ തീയിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് തീയിട്ട വേഗം കരിഞ്ഞു പോകും. നല്ല ബ്ലാക്ക് ആയിട്ട് തന്നെ ബ്ലാക്ക് കളറിൽ വരും. അതുപോലെ തന്നെ വറുത്തെടുക്കുക. അപ്പം നമ്മളെ കാപ്പിപ്പൊടിക്ക് നല്ലൊരു കളറും ഒക്കെ കിട്ടും. പിന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വറുത്തെടുത്താൽ മതി. ഇത് കണ്ട ഏകദേശം കളറൊക്കെ മാറിയിട്ട് നല്ല എന്താ പറയുക, ബ്ലാക്ക് ആയിട്ട് തന്നെ വരണം, എങ്കിലേ ആ ഒരു കാപ്പിപ്പൊടിക്ക് നല്ലൊരു കളറും കിട്ടുള്ളൂ. അപ്പോൾ അതവിടെ ഞാൻ എന്തായാലും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചോട്ടതിന് ശേഷം കുറച്ച് നമുക്ക് എന്താ പറയുക, ഇതിലേക്ക് തേങ്ങാക്കൊത്തുണ്ടല്ലോ നെയ്യപ്പത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാപ്പിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് തരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കളറുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ ആ കാപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
അപ്പോൾ നന്നായിട്ട് വറുത്ത് വരികയാണെങ്കിൽ നമ്മളെ മിക്സിയിലെ ജാറ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല പോലെ കറുത്ത രൂപത്തിൽ തന്നെ നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഏലക്കയാണ് ഇട്ട് കൊടുത്തത്. ഒരു പിടി അത് ഏകദേശം ഒരു 20ഓളം ഉണ്ടാവും. കാരണം നല്ലൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ഇത്ര തന്നെ വേണ്ടി വരും. അതിനുശേഷം അതിലേക്ക് അതൊന്ന് വറുത്തെടുക്കുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ ഉലുവണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനൊരു കാര്യത്തിൽ വിട്ടുപോയിട്ടോ, ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ്, നമ്മൾ ആ നാടൻ കാപ്പിപ്പൊടി നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറിയ ജീരകം കൂടി നിങ്ങൾ കുറച്ചെടുത്തിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഈ കൂട്ടത്തിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ പൊടിച്ചെടുത്തുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എന്താ വെച്ചാൽ മിക്സിയിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ എല്ലാ ഭാഗത്തുനിന്നും ആയി കിട്ടിക്കോളൂ കേട്ടോ. കാരണം ഈ രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മളെ കാപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കാപ്പിപ്പൊടി. നമുക്ക് എന്താ പറയുക, പാല് വാർന്നിട്ട് ഉണ്ടാക്കിയാലും അല്ലാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ കാപ്പിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ, ചായ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇതിൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ബീഫൊക്കെ കൂടെ നന്നായിട്ട് വെന്തിട്ട് വരുന്നുണ്ട്. ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ ബീഫിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വീണ്ടും വീണ്ടും നിങ്ങളെ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട രീതിയിൽ കേട്ടോ ആ ഒരു റെസിപ്പി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താറുള്ളത്. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് വെച്ചാൽ ഇത് നന്നായിട്ട് ഒന്ന് ഇതാക്കിയെടുക്കുക. അപ്പം നമ്മൾ ബീഫ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. കാരണം അതിലാട് ഒരുപാട് മസാലപ്പൊടികളോ അല്ലെങ്കിൽ എന്താ പറയുക തക്കാളി, സവോള അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ, ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ ബീഫ് വേഗം കേട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു രീതി ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ, വേറെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി എന്തായാലും താഴെ കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ ചെറിയ തുള്ളിയൊക്കെ തൂമിച്ച് ചെറുതായിട്ട് തരിഞ്ഞ് നല്ല ബ്രൗൺ ആയിട്ട് കളറായിക്കെ മാറി വരുമ്പോൾ വറ്റൽമുളകും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്തിട്ട് ബാക്കി നമ്മളെ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ആ ബീഫ് അതിൽ കടന്നിട്ട് നന്നായിട്ട് വറ്റി വരണേ ഈ ഒരു പരുവത്തിലാണ് വരെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല എന്താ പറയുക വേറിട്ട് നിൽക്കണം. പിന്നെ ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് വെന്തിട്ട് അത് ഇങ്ങോട്ട് കുഴഞ്ഞ രൂപത്തിലാവരുത്. അപ്പോൾ ബീഫ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇത് ചൂടാറിന് ശേഷമാണ് കേട്ടോ ഞാൻ വേറെ പാക്കാക്കുന്നത്. അപ്പോൾ അത് ബീഫൊക്കെ നമ്മൾ തയ്യാറാക്കും എല്ലാം കൂടെ ഒരു ദിവസം ചിലപ്പോൾ നമുക്ക് കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ തലേ ദിവസമൊക്കെയാണ് ഞാൻ ഈ ബീഫ് റെഡിയാക്കി എടുത്തത് കേട്ടോ. തലേ ദിവസം പിന്നെ എന്താ പറയുക പെരുന്നാളിൻ്റെ 2 ദിവസം ആയപ്പോഴാണ് ഇത് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ഞാനിത് ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ദിവസം നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് അവിടെ കട്ടായിട്ട് കിടന്നോളൂ. നമ്മൾ കൊണ്ടോണീൻ്റെ കുറച്ച് മുന്നായിട്ട് അത് എടുത്തിട്ട് വേറെ കവറിലാക്കിയാൽ മതി. ഇനിയിപ്പോൾ സാധാ നോർമലി നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ എന്തായാലും തലേ ദിവസം തന്നെ തയ്യാറാക്കിയതുകൊണ്ട് ഫ്രീസറിൽ വെച്ചിട്ട് പോകാൻ വിചാരിച്ച് എന്നിട്ട് നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ എന്താവും നന്നായിട്ട് കിട്ടും ചെയ്തിട്ട് പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് ഗൾഫിലോട്ടൊക്കെ ആണെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേന് അത് എന്താ പറയുക അതിൻ്റെ ഐസൊക്കെ പോയിട്ട് അവർക്ക് ആ എടുക്കാൻ പാകത്തിൽ തന്നെ ആവും കേട്ടോ. അപ്പോൾ അത് നമ്മളെ നെയ്യപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നേ, അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മൾ തേങ്ങാക്കൊത്തും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെന്ന് വെച്ചാൽ കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തും എള്ളൊക്കെ ഇങ്ങനെ നമ്മൾ നെയ്യപ്പത്തിൽ കടിക്കുമ്പം അത് വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ നെയ്യപ്പത്തിൻ്റെ മാവ് കൂട്ടുമ്പോൾ അതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. കാരണം നമ്മൾ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂടാറിയുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തീ നന്നായിട്ട് തന്നെ ചൂടായിട്ട് തന്നെ വരണം കേട്ടോ. നല്ല ചൂടിൽ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുപ്പിലൊക്കെ ആകുമ്പോൾ എന്താ പറയുക തീ ഒന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് അങ്ങോട്ട് തീ കത്തിപ്പോയാലും നെയ്യപ്പം കരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു പാകത്തിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ട് എല്ലാം കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് നീറ്റ് തന്നെ നമ്മളെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. അരിക്കൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ പൊന്തിയിട്ട് വരും. കാരണം നമ്മൾ 1 കിലോ അരിയിലോട്ട് ഇട്ട് കൊടുത്തുള്ള വെറും 1/2 സ്പൂൺ അളവിൽ നമ്മൾ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തുള്ളത്. എന്നിട്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ചെറിയ ചൂടോട് കൂടി തന്നെ ഫസ്റ്റ് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുമല്ലോ, ചെറിയ ചൂട് തന്നെ നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ മിക്സ് ആക്കുന്നിടത്താണ് നന്നായിട്ട് തന്നെ കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല പിന്നെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിരുന്നു ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടാകുമ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുന്നതിനെക്കാട്ടും നല്ലത് ഞാൻ അടുപ്പത്ത് വെച്ചതാട്ടോ. ഒരുപാട് നേരം നമ്മളെ ഗ്യാസ് പോകുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച അടുപ്പത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വിറകൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അടുപ്പത്ത് വെച്ച് ചെയ്യാനായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ അതാ നമ്മളെ നെയ്യപ്പൊക്കെ അടിപൊളിയായിട്ട് ഒന്നുകൂടി ഫ്ലോപ്പ് ആവാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിലൊരു ഒരുപാടുണ്ടായിരുന്നു, ഞാൻ എണ്ണിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു കിലോയിൽ നമുക്ക് ഏകദേശം ഒരു 40-50 ഓളം തന്നെ നെയ്യപ്പം കിട്ടിയിട്ടുണ്ട്. ഞാനൊരു മീഡിയം സൈസിലാണ് കേട്ടോ ചുട്ടെടുത്തുള്ളത്. ഒരുപാട് അങ്ങോട്ട് വലുപ്പത്തിൽ ചെയ്തിട്ടില്ല, ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, വക്കൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, ഉൾഭാഗത നന്നായിട്ട് കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് നെയ്യപ്പം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ കൊടുത്തു വെക്കാനൊക്കെ വേണ്ടിയവർക്ക് ഈ റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഫോളോ ചെയ്യാം. 100% സക്സസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇനി ഇത് പാഴ്സൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരിയാണ് ആദ്യം ചേർക്കുന്നത്. നമ്മൾ എപ്പോഴും ഇതുപോലെ ദൂരത്തൊക്കെ കൊടുത്തു വിടുകയെന്നുണ്ടെങ്കിൽ ആദ്യം എന്താ വെച്ചാൽ പത്തിരി ഇതുപോലെ വാഴൻ്റെ ഇല ഉണ്ടല്ലോ അതിലാണ് ഇതുപോലെ ഒന്ന് എടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എത്ര ദിവസമായാലും അത് കേടാവില്ല. ഇനിയിപ്പോൾ എന്തായാലും ഒരു ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഗൾഫിലോട്ട് എത്തുക. അപ്പോൾ എന്തായാലും അവിടെ എത്തുമ്പോഴത്തിന് ഒരു കുഴപ്പമില്ലാത്ത നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ ഈ ഒരു പത്തിരി നമ്മൾ ഉണ്ടാക്കി അതേ രീതി തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ വാഴൻ്റെ ഇലയിൽ ഇതുപോലെ ഒന്ന് പൊഴിഞ്ഞെടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ബീഫൊക്കെ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വേറെ കവറിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്യാണ്. കാരണം ആ ഒരു ഫ്രീസറിൽ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ മയക്കുണ്ടാവും പുറത്ത്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ കവറിലാക്കിയിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളതും കൂടി നനഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതാ നെയ്യപ്പം ഇതുപോലെ തന്നെ ആക്കിയിട്ടുണ്ട്. നെയ്യപ്പത്തിൻ്റെ മേലെ ഇതുപോലെ തന്നെ വാഴൻ്റെ ഇല ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വാഴൻ്റെ ഇല വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ഇലക്ക് നല്ല കഴിവെന്ന് തന്നെ പറയാം. കാരണം നല്ല സോഫ്റ്റ് ഇട്ടിട്ട് അവിടെ എത്തോളം തന്നെ നിൽക്കും, ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ ഞാൻ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഇപ്പോൾ ചെയ്താട്ടോ. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മൾ എന്താ വെച്ചാൽ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി. ഇനിയിപ്പോൾ അതും പറ്റുന്നില്ലെങ്കിൽ സ്റ്റാപ്ലർ ഉണ്ടല്ലോ, അതെന്ന് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്താലും മതി. പിൻ ചെയ്തിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് നല്ല പോലെ കവർ ചെയ്യണം, 2 കവറിലൊക്കെ ആക്കിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്ഷൻ കിട്ടും തന്നെ. ഇതിപ്പോൾ ഞാനിപ്പോൾ കാപ്പിപ്പൊടിയും എല്ലാം ഇതുപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ വൈകുന്നേരം എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം വൈകുന്നേരം 7 മണിയോളം ആയിട്ടോ. നമ്മൾ രാവിലെ തുടങ്ങിയാലും ഈ ഒരു പണി കഴിയുമ്പോൾ എന്തായാലും വൈകുന്നേരം ആവും. കാരണം നമ്മൾ എല്ലാം റെഡിയാക്കി എടുക്കുമ്പോഴേ. പിന്നെ ബീഫ് ഞാൻ തലേ ദിവസം തന്നെ ഞാൻ പറഞ്ഞല്ലോ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തിരി അത്ര തന്നെ അങ്ങോട്ട് പണി ഉണ്ടായിരുന്നില്ല. അമ്മ അങ്ങനെ പരത്തി തന്നതുകൊണ്ട് നമുക്ക് വന്നിട്ട് ചുട്ടെടുത്താൽ മതിയായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളെ ചെയ്യേണ്ടി വന്നുള്ളൂ. എന്നാലും നമുക്ക് ടൈം ആവും. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കൾക്കൊക്കെ എന്തെങ്കിലും ദൂരത്തൊക്കെ കൊടുത്തു വിടാന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ തന്നെ നമ്മൾ പണിയെടുക്കാൻ തുടങ്ങിയാൽ തന്നെ അത് ആ രീതിയിൽ തന്നെ ആവണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ടൈം തന്നെ പിടിക്കൂലേ. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ ഒക്കെ റെസിപ്പി എന്തായാലും നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയാണ്. അപ്പോൾ ഞാനിതാ കൊടുത്തേക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ രാത്രി 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയറും. ആദ്യമായിട്ടൊക്കെ കയറി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ, അവരൊന്ന് സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയറും കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ അല്ലെങ്കിൽ ഇതിലും വ്യത്യസ്തമായുള്ള കുറച്ച് നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.